നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഞങ്ങൾക്ക് വേനൽക്കാല കൃഷിക്ക് വേണ്ടിയിട്ട് ചെണ്ടുമല്ലി വന്നതാ. ഇതൊക്കെ വേനൽക്കാലത്തേക്ക് കൃഷി ചെയ്യാൻ വേണ്ട ചെണ്ടുമല്ലിയാണ്. അല്ലച്ചാ, സാധാരണ ഓണത്തിന്റെ സമയത്തൊക്കെ അല്ലേ ഈ ചെണ്ടുമല്ലി ഉണ്ടാവാറ്? ഓണത്തിന്റെ സമയത്ത് കൃഷി ചെയ്താൽ നമുക്ക് ആ ഓണത്തിന്റെ മുന്നേ കൃഷി ചെയ്താൽ ഓണത്തിന്റെ സമയത്ത് പൂ പൊട്ടിക്കാം. ഇപ്പൊ ഇത് കൊണ്ടുവരാനുള്ള കാരണം ഓണത്തിന്റെ സമയത്ത് നമ്മളുടെ കൃഷി രീതി കണ്ട് നല്ല രീതിയിൽ വിളവൊക്കെ കിട്ടിയ ആളുകൾ, അമ്പലങ്ങള്, അതേപോലെ അമ്പലങ്ങളോടടുത്ത് കടകളുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ കൃഷി ചെയ്യാൻ ചെണ്ടുമല്ലി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഓണത്തിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് വിളവ് കിട്ടും ഈ സമയത്ത്. അതിന്റെ കാരണങ്ങൾ ഓരോന്ന് പറഞ്ഞു തരാം. ഇതിപ്പോ ഓണത്തിന് കൃഷി നമുക്കൊരു ഡേറ്റ് വേണ്ടല്ലോ, ഏത് സമയത്ത് പൂവുണ്ടായാലും കുഴപ്പമില്ലല്ലോ. ഇത് കൊണ്ടുപോയി കുഴിച്ചിടുക. കുഴിച്ചിട്ടിട്ട് 10 ദിവസം കഴിഞ്ഞാൽ, ഈ തൈ കുഴിച്ചിട്ടിട്ട് 10 ദിവസം കഴിഞ്ഞാൽ അതിന്റെ തല മുറിക്കണം. അതിന് ഇങ്ങനെ ഇലകൾ ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ പൊന്തി വരില്ലേ, നട്ട് 10 ദിവസം കഴിഞ്ഞാൽ തല മുറിക്കുക. പിന്നെ അതിന് വേണ്ട വളങ്ങൾ, പിന്നെ ഇലകൾ വഴി ഇലയുടെ മുകളിൽ കൊടുക്കുന്ന വളങ്ങളുണ്ട്, സ്പ്രേ ഉണ്ട്, അതേപോലെ കടക്കിലിടുന്ന വളങ്ങളുണ്ട്, ഇതൊക്കെ കൊടുക്കുക കേട്ടോ. അതൊക്കെ കൊടുത്തതിന്റെ ശേഷം പിന്നെ ചെയ്യേണ്ടത് വീണ്ടും ഒരു 15 ദിവസമോ 20 ദിവസമോ കഴിഞ്ഞാൽ, അതായത് തൈ നട്ട് ആദ്യത്തെ 10 ദിവസമായാൽ തല മുറിക്കുക. ആ തല മുറിച്ചതിന്റെ ശേഷം വീണ്ടും 20 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും തലകൾ പൊട്ടി വരില്ലേ, കൊമ്പ് ജില്ലകളൊക്കെ പൊട്ടി, ആ കൊമ്പ് ജില്ലകളൊക്കെ വീണ്ടും മുറിക്കുക. ഇങ്ങനെ മുറിക്കുമ്പോൾ ഇതിന്റെ മേലെ അത്ര തലപ്പുകൾ ഇങ്ങനെ തിങ്ങി നിന്നിട്ട് ഒരു ബുഷായിട്ട് നിറഞ്ഞു നിന്ന് പൂക്കും. സാധാരണ ഓണത്തിന് സമയത്ത് 60-65 ദിവസമാണ് പൂവിടാൻ സമയിച്ചാൽ, വേനൽ അതായത് ചൂട് കൂടിയ സമയമാകുമ്പോൾ അതിന്റെ കുറച്ച് മുന്നേയൊക്കെ പൂവിടും. നല്ല ഭംഗിയിൽ വലിയ പൂക്കളെ നമുക്ക് കിട്ടാം. നനച്ചു കൊടുക്കണം എന്ന് മാത്രമല്ലോ, ചെടിക്ക് അത്യാവശ്യം നന കൊടുക്കണം. പിന്നെ ഈ മുറിക്കുന്ന കഷ്ണങ്ങളില്ലേ, അതറിയാലോ അല്ലെ, മുറിച്ച് കളയുന്ന കഷ്ണങ്ങള് അതെന്ത് ചെയ്യാം, തല മുറിച്ച് അതെടുത്തിട്ട് വേറെ കുത്തിട്ടാല് അപ്പൊ ഈ ഇതുമ്മന്ന് മുറിച്ചെടുക്കുന്ന തലപ്പുകളില്ലേ, അത് വേറെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് പുതിയ ചെടിയാക്കി മാറ്റാട്ടോ. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോ ചെണ്ടുമല്ലി തൈകൾ, ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ ഇപ്പൊ നമ്മളെ കയ്യിലുണ്ട്. ആവശ്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾ അതിന് അയച്ചു തരാം. അതേപോലെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിളവെടുക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ, ഏത് സമയത്തും കൃഷി ചെയ്യാം. പക്ഷെ നമുക്ക് അത് എന്ത് ചെയ്യണം, കച്ചവടം കിട്ടുന്ന സ്ഥലം, കടകളോ പൂക്കടകളോ ക്ഷേത്രങ്ങളോ ഒക്കെ അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബസ്സിലൊക്കെ മാല കെട്ടാനൊക്കെ ഉപയോഗിക്കാം. അങ്ങനെയുള്ള കൂടുതൽ ചിലവാകുന്ന സ്ഥലത്താണെങ്കിൽ ഏത് സമയത്ത് കൃഷി ചെയ്താലും നല്ലോണം പൂക്കൾ ലഭ്യമാണ്. അതൊരു ചെറിയ വരുമാനമാക്കി മാറ്റുകയും ചെയ്യാം.